ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കുക്കർ പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു കുക്കറിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ചതച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 2 സവാള ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ നിറമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പെപ്പറും കൂടെ ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ പെപ്പറാണ് ചേർത്തത്. ഇനി ഇതിലോട്ടൊരു 2 അടിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു ശകലം ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം, അതിനാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 കപ്പ് പാസ്തയ്ക്ക് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കണം. കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് തന്നെ വറ്റിച്ചെടുക്കാവുന്നതാണ്. 3 വിസിൽ കേട്ടിട്ടും വറ്റിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെള്ളം വറ്റിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. Thank you.